Hi everyone, I'm Anashura from Neethus Academy. So today in this video, we'll be discussing some techniques that can be used to effectively identify synonyms in IELTS listening. നമുക്ക് എല്ലാവർക്കും അറിയാം IELTS listeningil ഒരിക്കലും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെയിം വേർഡ് നമ്മളുടെ ഓഡിയോയിൽ പറയില്ല. IELTS listeningil synonyms അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. Synonyms എന്താണ്? Synonyms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മീനിങ് വരുന്ന ഡിഫറെൻറ്റ് വേർഡ്സ് അഥവാ സിമിലർ മീനിങ് വരുന്ന ഡിഫറെൻറ്റ് വേർഡ്സും വരാം. IELTS ഓഡിയോയിൽ ഒരിക്കലും നമുക്ക് സെയിം ആ ഒരു വേർഡ് തന്നെ കൊടുക്കില്ല. ചിലപ്പോൾ സെയിം വേർഡ് അല്ലെങ്കിൽ ചിലപ്പോൾ സെയിം മീനിങ് വരുന്ന ഒരു സെൻറ്റൻസും ആവാം, ചിലപ്പോൾ ഫ്രേസസും ആവാം. സോ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് സിമിലർ മീനിങ് അഥവാ മീനിങ് മാച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിപ്പോൾ ഏതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലും MCQ ആവട്ടെ, മാച്ചിങ് ഇൻഫോർമേഷൻ ആവട്ടെ, നോട്ട് കംപ്ലീഷൻ ആവട്ടെ, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനും സിനോണിംസ് അല്ലെങ്കിൽ കീ വേർഡ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു മീനിങ് സിമിലർ വരുന്ന എന്താണോ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സിനോണിംസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ആദ്യം നോക്കാം. ഫോർ എക്സാമ്പിൾ, ബിഗ്, ഇമ്മെൻസ്, ഹെൽപ്പ്, എയ്ഡ്. ഇത് രണ്ടും ഡിഫറെൻറ്റ് വേർഡ്സ് ആണ്. ഹെൽപ്പ്, എയ്ഡ് എന്ന് പറയുന്നത് രണ്ടിനും സെയിം മീനിങ് ആണ് വരുന്നത്. ബട്ട് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ലിസണിങ്ങിൽ വേർഡ്സ് വരിക. സോ വേർഡ്സിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ലിറ്ററൽ മീനിങ് പ്ലസ് അതിൻ്റെ സിനോണിംസ് നമ്മളെപ്പോഴും വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ സിനോണിംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. IELTS ലിസണിങ് ഓഡിയോയിൽ ഇൻഫോർമേഷൻ എപ്പോഴും പാരഫ്രേസ്ഡ് അല്ലെങ്കിൽ സിമിലർ മീനിങ് വരുന്ന വേർഡ്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഓഡിയോ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട്. സിനോണിംസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കീവേഡ്സ് നമ്മൾ ഫസ്റ്റ് നോക്കുക എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ ഒരു ടെക്നീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സിനോണിംസ് നോക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ചിലപ്പോൾ അവർ സെയിം ആ ഒരു വേർഡിൻ്റെ തന്നെ എക്സാക്ട് സിനോണിം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരു സിനോണിമിന് പകരം ഒരു സെൻറ്റൻസ് ഫോമാറ്റിലും വരാം. ഫോർ എക്സാമ്പിൾ, ഫാമിലി എന്ന് പറയുന്ന വേർഡ്, അതിന് പല പല സിനോണിംസ് ഉണ്ടല്ലേ. ചിലപ്പോൾ അതിനൊരു വേർഡായിട്ടായിരിക്കില്ല സിനോണിം കൊടുക്കുന്നത്, ചിലപ്പോൾ ഒരു സെൻറ്റൻസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ദി ഗ്രാൻഡ് ചിൽഡ്രൻ ഇൻ മൈ ഏരിയ ഓർ ഗ്രാൻഡ് ചിൽഡ്രൻസ് ഇൻ മൈ ഹൗസ്. ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നതും ഫാമിലി ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കായിരിക്കും നിങ്ങൾക്ക് കീവേഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ പാരഫ്രേസ്ഡ് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ടാവുക. സോ മെയിൻ തിങ് എന്ന് പറയുന്നത് മീനിങ് വൈസ് നിങ്ങൾ മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ടെക്നീക്ക് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും സിനോണിംസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ തമ്മിൽ അങ്ങനെ മാച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും എക്സാക്ട് മീനിങ് ഉള്ള കാര്യങ്ങൾ കൊടുക്കത്തില്ല. ഇറ്റ് കൈൻഡ് ഓഫ് ക്യാൻ ബി സംതിങ് സിമിലർ ടു ദി ഒറിജിനൽ ഇൻഫോർമേഷൻ. സോ എപ്പോഴും ഓഡിയോയിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷനും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നിട്ടുള്ള ഇൻഫോർമേഷനും തമ്മിൽ ഒരു സിമിലർ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സിമിലർ മീനിങ് വരുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ മാച്ച് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നീക്ക് എന്ന് പറയുന്നത് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആണ്. നമുക്കറിയാം ഒരിക്കലും നമുക്ക് തന്നിട്ടുള്ള സെയിം വേർഡ്സ് യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യം അറിയാം. ബട്ട് അതിൻ്റെ കൂടെ തന്നെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ്. ചില സിറ്റുവേഷൻസിൽ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേർഡ് ഫോർമേഷൻ വിൽ ബി ഡിഫറെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ ഓഡിയോയിൽ കേൾക്കുന്ന ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെ വേർഡ് ഓർഡറിലായിരിക്കില്ല നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള വേർഡ് ഓർഡർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂസിങ് ആവുന്ന മറ്റൊരു എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു വേർഡ് ഓർഡറാണ്. വേർഡ് ഓർഡർ മാത്രം നോക്കിയത് കൊണ്ട് നമുക്ക് ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റില്ല. അതിൻ്റെ ഒരു മേജർ എലമെൻ്റ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ മീനിങ് അഥവാ ആ ഒരു സെൻറ്റൻസിൻ്റെ കംപ്ലീറ്റ് മീനിങ് എന്താണോ അത് നമ്മളുടെ ഓഡിയോയിലുള്ള ആ ഒരു സെൻറ്റൻസസുമായിട്ട് മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് IELTS ലിസണിങ്ങിലുള്ള സിനോണിംസ് അല്ലെങ്കിൽ പാരഫ്രേസ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസസ് ഒക്കെ ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ and thank you. Neethus Academy, India's #1 language academy.